ഓസ്ട്രേലിയയിലെ പ്രമുഖ സൂപ്പർമാർക്കറ്റ് ശൃംഖലയായ കോൾസിനെതിരെ ഉപഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിച്ചുവെന്ന ഗുരുതരമായ ആരോപണവുമായി ACCC. വില കുറഞ്ഞു എന്ന് പറഞ്ഞ് യഥാർത്ഥത്തിൽ വില കൂട്ടി വിറ്റു എന്നാണ് കണ്ടെത്തൽ. ഓസ്ട്രേലിയയിൽ നിന്ന് സ്മിത നായർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഓസ്ട്രേലിയയിലെ പ്രമുഖ സൂപ്പർമാർക്കറ്റ് ശൃംഖലയായ കോൾസ് തങ്ങളുടെ ഡൗൺ പ്രൈസസ് ഡൗൺ എന്ന വിലക്കുറവ് പ്രചാരണത്തിലൂടെ ഉപഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിച്ചതായി ഓസ്ട്രേലിയൻ കോമ്പറ്റീഷൻ ആൻഡ് കൺസ്യൂമർ കമ്മീഷൻ അഥവാ ACCC ആരോപിച്ചു. 2022 ഫെബ്രുവരി മുതൽ 2023 മെയ് വരെ ഏകദേശം 245 ഉൽപ്പന്നങ്ങളുടെ വില മനഃപൂർവ്വം വർദ്ധിപ്പിച്ച ശേഷം അത് കുറച്ച് കിഴിവായി അവതരിപ്പിച്ചു എന്നാണ് ACCC ഫെഡറൽ കോടതിയിൽ വാദിക്കുന്നത്. ACCCയുടെ പ്രധാന അഭിഭാഷകൻ ഗാരി റിച്ചിന്റെ വാദമനുസരിച്ച് കോൾസ് ഉൽപ്പന്നങ്ങളുടെ ചില്ലറ വില ആദ്യം വർദ്ധിപ്പിക്കുകയും പിന്നീട് യഥാർത്ഥ വിലയേക്കാൾ ഉയർന്ന വിലയിൽ പോലും വിലക്കുറവ് എന്ന പേരിൽ വിറ്റഴിക്കുകയും ചെയ്തു. ഇത് ഉപഭോക്താക്കൾക്ക് യഥാർത്ഥ ലാഭം ലഭിക്കുന്നതായി തോന്നിച്ചുവെന്നും കമ്പനി ഈ തന്ത്രത്തിലൂടെ ഗണ്യമായ വരുമാനം നേടിയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. എന്നാൽ കോൾസിന്റെ പ്രതിഭാഗം അഭിഭാഷകൻ ജോൺ ഷെഹാൻ ഉൽപ്പന്നങ്ങളുടെ വിലയിൽ സ്വാഭാവികമായ ഏറ്റക്കുറച്ചിലുകൾ സംഭവിച്ചതാണെന്നും ഉപഭോക്താക്കൾക്ക് വിപണിയിലെ വില വർധനവിനെ കുറിച്ച് അറിയാമായിരുന്നുവെന്നും വാദിച്ചു. 2021 മധ്യത്തിൽ ആരംഭിച്ച വലിയ പണപ്പെരുപ്പവും വിതരണക്കാരുടെ ചെലവുകളിലെ വർധനവുമാണ് ഇതിന് കാരണമായി ഷഹാൻ ചൂണ്ടിക്കാട്ടിയത്. ഫെഡറൽ കോടതിയിൽ 10 ദിവസത്തെ വിചാരണയുടെ ആദ്യ ഘട്ടമാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ കേസ് ഓസ്ട്രേലിയൻ ഉപഭോക്തൃ നിയമങ്ങളുടെ ലംഘനമാണെന്നാണ് ACCCയുടെ ആരോപണം. ഓസ്ട്രേലിയയിൽ നിന്നും 24-ന് വേണ്ടി സ്മിത നായർ.